നിന്നിലേക്ക് ഭാഗം 51. ഭദ്ര വീട്ടിൽ ഓരോ ജോലികളായി ചെയ്യുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ പിറുപിറുക്കുകയും ചെയ്യുന്നുണ്ട്. അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ എടുത്ത് എറിയുന്നത് പോലെയുള്ള ശബ്ദം കേട്ട് വിച്ചു അടുക്കളയിലേക്ക് വന്നു നോക്കി. അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുകയാണ് ഭദ്ര. അവളുടെ മുഖം കുട്ട പോലെ വീർത്തിട്ടുണ്ട്. കാരണം അറിയാവുന്നത് കൊണ്ട് തന്നെ വിച്ചുവിൻ്റെ അമ്മ വിമലയും അനിയത്തി വിദ്യയും അതൊന്നും കേൾക്കാത്തതുപോലെ അവരുടെ ജോലികൾ തീർക്കുകയാണ്. ഭദ്രേ, പെട്ടെന്ന് പുറകിൽ നിന്നും വിച്ചു അവളെ വിളിച്ചു. എന്താ? അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. അത് കേട്ട് വിദ്യയ്ക്ക് ചിരി വന്നു. വിച്ചു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഭദ്രയുടെ അടുത്തേക്ക് നടന്നു. അവൻ അടുത്ത് വന്ന് നിന്നതറിഞ്ഞിട്ടും ഭദ്ര അവനെ തിരിഞ്ഞു നോക്കിയില്ല. അവനൊന്ന് നിശ്വസിച്ചു. ഭദ്രേ, നിനക്ക് എന്താടി? ഇന്നലെ തൊട്ട് തുടങ്ങിയതല്ലേ ഈ ദേഷ്യം? നീ മിത്രയോടെല്ലാം തുറന്നു പറഞ്ഞില്ലേ? ഇനി അവൾക്കല്പം സമയം കൊടുക്ക് നീ. അവൾ നിന്റെ പഴയ മിത്രയായി നിന്റെ അരികിലേക്ക് തന്നെ വരും. അതിന് ഞങ്ങളോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ പെണ്ണേ കാര്യം? അവൻ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി. എനിക്ക് ആരോടും ദേഷ്യമില്ല വിച്ചേട്ടാ, സ്വയം എന്നോട് തന്നെയാ ദേഷ്യം. എൻ്റെ മിത്രയെ ഞാൻ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ. അവളുടെ ശബ്ദമിടറി. വിദ്യയും അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. മക്കളെ, ഞങ്ങൾ കടയിലോട്ടൊന്ന് പോവാട്ടോ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നീ നേരത്തെ പറഞ്ഞില്ലേ ശിവയും മിത്രമോളും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന്? അതുകൊണ്ട് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? വിച്ചുവിൻ്റെ അമ്മ പറഞ്ഞു. ഭദ്ര ഞെട്ടലോടെ അമ്മയെ നോക്കി. എന്താ, ശിവേട്ടനും മിത്ര ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? എന്തിന്? ഭദ്ര പകച്ചുപോയ ശബ്ദത്തിൽ ചോദിച്ചു. വിമലയൊന്ന് പുഞ്ചിരിച്ചു. മിത്രമോളുടെ ചെറിയച്ഛൻ മരിച്ചതുകൊണ്ട് മോള് ലീവാണല്ലോ ഇന്ന്. അപ്പോൾ നീയും പറഞ്ഞു ഇന്ന് കോളേജിൽ പോണില്ലാന്ന്. ഈ പെണ്ണിനെ ഇവിടെ പിടിച്ചു വെച്ചില്ലേ നീ? അതുകൊണ്ട് അവർ വരട്ടെ പെണ്ണെ ഇങ്ങോട്ട്. ബാക്കിയൊക്കെ നിന്നോട് വിച്ചു പറയും. വിമല പുഞ്ചിരിയോടെ പറഞ്ഞു. ഭദ്ര ശരിയെന്ന പോലെ തല കുലുക്കി. വിമലയും വിദ്യയും കൂടി ഹാളിലേക്ക് നടക്കാനൊരുങ്ങി. അമ്മേ, ഞാൻ പൊക്കോളാം കടയിലേക്ക്, നിങ്ങൾ പോണ്ട. അച്ഛൻ പറമ്പിലൊക്കെ പോയി വരുമ്പോൾ അമ്മയെ കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി. ഭർത്താവിന് എപ്പോഴും ഭാര്യയെ കണ്ടോണ്ടിരിക്കണ്ടേ? വിച്ചു വിമലയോട് കുറുമ്പോടെ വിളിച്ചു പറഞ്ഞു. ഒന്ന് പോട ചക്ക, ഞങ്ങൾ ഏട്ടനോട് പറഞ്ഞിട്ട് പൊക്കോളാം. വിമല അവനെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞു. ഓ ആയിക്കോട്ടെ. വിച്ചു പുഞ്ചിരിച്ചു. അതേ, ഞങ്ങൾ ലീവ് എടുത്തതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ എന്താ ജോലിക്ക് പോകാതിരുന്നേ? വിദ്യ പുരികമുയർത്തി കുസൃതിയോടെ ചോദിച്ചു. വിച്ചു അവളെ നോക്കി കണ്ണുരുട്ടി. അവൾ ഇളിച്ചുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് പോയി. വിച്ചു പണമെടുത്ത് വിമലയെ ഏൽപ്പിച്ചു. വിമല രണ്ടാളെ നോക്കി തലയാട്ടി പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവർ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്താ അമ്മേ? അവരുടെ നോട്ടം കണ്ട് വിച്ചു ചോദിച്ചു. അല്ല മോനെ, എത്രയൊക്കെ പറഞ്ഞാലും മിത്രമോളുടെ ചെറിയച്ഛനല്ലേ. അതുകൊണ്ട് മോൾക്ക് അയാൾ മരിച്ചതിൻ്റെ പോലെയൊക്കെ കാണില്ലേ? അപ്പൊ എന്താ ഉണ്ടാക്കുക അവർക്ക് കഴിക്കാൻ? വിമല സംശയത്തോടെ ചോദിച്ചു. ഭദ്ര അമ്മയെ തിരിഞ്ഞു നോക്കി. ആരാ അമ്മ അവളുടെ ചെറിയച്ഛൻ? ഒരു തകർച്ച വന്നപ്പോൾ അതിനേക്കാൾ തകർച്ചയിലേക്ക് അവളെ അങ്കിളിനെ തള്ളിയിട്ടവന്മാരാണോ ചെറിയച്ഛന്മാര്? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. വിമല അവളെ വെറുതെ നോക്കിയതേ ഉള്ളൂ. കാരണം അവൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് അവർക്കും അറിയാമായിരുന്നു. ഭദ്ര പറഞ്ഞത് അമ്മ ശരി. അവൾക്കും ഇപ്പൊ അവരോടൊരു സ്നേഹവും ഇല്ല. അല്ലെങ്കിലും ദ്രോഹിച്ചവരെ സ്നേഹിക്കാൻ ആർക്കാ കഴിയുക? അതുകൊണ്ട് അയാൾക്ക് വേണ്ടി അവൾ ഒരു കർമ്മവും ചെയ്യാൻ പോണില്ല. അമ്മ പോയി നല്ല ചിക്കൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരൂ, അവൻ പറഞ്ഞു. വിമല തലകുലുക്കി പുറത്തേക്ക് നടന്നു. അവർ പോകുന്നത് കണ്ടുകൊണ്ട് വിച്ചു ഹാളിലെ ഡോറടച്ച് വീണ്ടും അടുക്കളയിലേക്ക് നടന്നു. പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്ന പെണ്ണിന്റെ പുറകിലായി ചെന്ന് നിന്ന് അവൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിലായി താടി ഊന്നി. വിച്ചേട്ടാ, ഒന്ന് വിട്ടേ, മനുഷ്യന് ഭ്രാന്ത് പിടിച്ചു നിൽക്കുക അല്ലെങ്കിലേ. അപ്പോഴാ കൊഞ്ചുന്നേ? അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. പക്ഷേ അവൻ അവളുടെ വയറിൽ നിന്നും കൈ അയച്ചുകൊണ്ട് അവളുടെ രണ്ട് കൈകളെയും പിടിച്ചെടുത്ത് പൈപ്പിന് ചുവട്ടിലായി കാണിച്ചു. അവളുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള സോപ്പ് പതയെല്ലാം പോയതും അവൻ അവളിൽ നിന്നും അകന്നു നിന്നു. എന്തോന്ന് വിച്ചേട്ടാ, ഞാൻ പാത്രം കഴുകി കഴിഞ്ഞില്ല. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. ഓ, കഴുകിയെടുത്തോളം മതി. നീ ഇന്നലെ കോളേജ് വിട്ട് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ എന്നോട് പോലും അകൽച്ച. എന്തിനും ദേഷ്യം? എന്താടി നിനക്ക്? അവൻ അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ ചോദിച്ചു. ദേഷ്യോ? എനിക്കോ? ഇല്ല, ആരോടും ദേഷ്യമില്ല. സങ്കടം കൊണ്ടാ ഞാൻ.
ഇന്നലെ മിത്രയോട് അത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ എന്നോട് മിണ്ടിയില്ലല്ലോ. ആ സങ്കടം കൊണ്ടാ. അതാ ദേഷ്യമായി പുറത്തേക്ക് വന്നേ. എൻ്റെ എൻ്റെ വിച്ചേട്ടന് അത് വിഷമായോ? അവളുടെ സ്വരമിടറി. ആയി. നല്ല സങ്കടായി. രാവിലെ എഴുന്നേറ്റപ്പോൾ നീ എൻ്റെ നെഞ്ചിൽ കിടപ്പുണ്ടായിരുന്നെങ്കിലും രാത്രി നീ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തിരിഞ്ഞു കടന്നില്ലേ? എനിക്ക് ശരിക്കും സങ്കടായി. മിത്രയോട് നീ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ നിന്നെ വിലക്കിയിട്ടുള്ളതല്ലേ. അപ്പോൾ നീ കേട്ടില്ല. അതുകൊണ്ടാ ഇന്നലെ അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിനക്ക് ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വന്നേ. നിന്റെ ദേഷ്യവും സങ്കടവും എൻ്റെ മേലേക്ക് തീർക്കുമ്പോൾ നോവുന്നടി എനിക്ക്, അവൻ ഇടർച്ചയോടെ പറഞ്ഞു. അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. വിച്ചുവും അവളെ ചേർത്തു പിടിച്ചു. സോറി സോറി വിച്ചേട്ടാ, ഞാൻ എൻ്റെ വിച്ചേട്ടനെ വിഷമിപ്പിച്ചല്ലേ, സോറി. തേങ്ങലോടെ പറയുന്നതിനൊപ്പം അവൾ ഉയർന്ന് അവൻ്റെ മുഖമാകെ ചുംബിച്ചു. വിച്ചുവിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അതൊന്നും പക്ഷേ ഭദ്ര അറിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ വിച്ചേട്ടനെ താൻ നോവിച്ചെന്ന സങ്കടത്തിലായിരുന്നു അവൾ. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ കുറുമ്പ്. വിച്ചേട്ടാ. അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് അവൾ വിറയലോടെ അവനെ വിളിച്ചു. ഇന്നലത്തെ പിണക്കം മാറ്റാൻ ഇപ്പം നിന്റെ വിച്ചേട്ടൻ നിന്നെ ഒന്ന് സ്നേഹിച്ചോട്ടെ. ആർദ്രമായിരുന്നു അവൻ്റെ സ്വരം. വിച്ചേട്ടാ. അവൾ ചുവന്നുപോയ മുഖത്തോടെ അവനെ പതർച്ചയോടെ വിളിച്ചു. അടുത്ത നിമിഷം വിച്ചു ചിരിയോടെ അവളെ രണ്ട് കൈയിലുമായി കോരിയെടുത്തു. അവൾ നാണത്തോടെ അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു. വിച്ചേട്ടാ, അമ്മ അച്ഛനും വിദ്യയൊക്കെ വരും, അവൾ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. അവൻ മറുപടി പറയാതെ അവളെ നോക്കി കണ്ണിറുക്കി ഹാളിലെ ഡോറിൻ്റെ കുറ്റി ഒരു കൈയാൽ താഴ്ത്തിയിട്ട് ഡോറ് ചാരി വെച്ചു. ഭദ്ര അവനെ സംശയത്തോടെ നോക്കി. അവർ വന്നാ അകത്തേക്ക് കയറിക്കോളും. ഇപ്പോൾ നമുക്ക് പോയി സ്നേഹിക്കാം. ഞാൻ എൻ്റെ പെണ്ണിനെ സ്നേഹിച്ചിട്ട് എത്ര ദിവസമായിന്നാ, അവൻ അവളുടെ ചെവിയിൽ അത്രമേൽ നേർത്ത സ്വരത്തിൽ പറഞ്ഞു. അവൾ നാണത്തോടെ കണ്ണുകൾ ഇറുക്കിയടച്ച് അവൻ്റെ നെഞ്ചിലായി പതുങ്ങിക്കിടന്നു. അവളെ ബെഡിലേക്ക് ചായച്ചു കിടത്തി അവൻ പോയി ഡോറ് ലോക്ക് ചെയ്തു വന്നു. അവൾ അവനെ വിറയലോടെ നോക്കി. വിച്ചു പുഞ്ചിരിയോടെ അവളുടെ നെറ്റിയിൽ അമർത്തിമുത്തി. പതിയെ അവളിലാകെ അവനും അവനിലായി അവളും നിറഞ്ഞാടിയ നിമിഷങ്ങൾ. പ്രണയം നിറയ്ക്കുന്ന ചുംബനങ്ങൾ, അവരുടെ സീൽക്കാരങ്ങൾ. അവളെ ഒന്നാകെ തഴുകിയുണർത്തിയവൻ അവളിലേക്ക് അലിഞ്ഞു ചേർന്ന നിമിഷങ്ങൾ. നേരം മുന്നോട്ട് നീങ്ങവേ ഇരുവരുടെയും കിതപ്പുകൾ അവിടെ ഉയർന്നു കേട്ടു. അല്പനേരം കഴിഞ്ഞതും വിച്ചുവും ഒരു തളർച്ചയോടെ അവളുടെ ശരീരത്തിലേക്ക് വീണുപോയി. കിതപ്പ് നടങ്ങിയതും വിച്ചു മുഖമുയർത്തി ഭദ്രയുടെ മുഖത്തേക്ക് നോക്കി. അവൾ കണ്ണടച്ച് കിടക്കുകയാണ്. പക്ഷേ ചുണ്ടിലൊരു ചിരിയുണ്ട്. അവൻ പതിയെ അവളുടെ ഇരു കണ്ണിലുമായി ചുണ്ടു പതിപ്പിച്ചു. ഭദ്ര പതിയെ കണ്ണു തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ സങ്കടം മുഴുവൻ തീർന്നില്ല കേട്ടോ ഭദ്രേ, അവൻ കുറുമ്പോടെ അവളോട് പറഞ്ഞു. ദേ അടി കിട്ടൂട്ടോ വിച്ചേട്ടാ. അവൾ അവൻ്റെ കയ്യിനെ പിടിച്ചു വെച്ച് ചുണ്ട് കൂർപ്പിച്ചു. എൻ്റെ പിണക്കം മാറാത്തോണ്ടല്ലേ, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. ഇനി പിണക്കം മാറില്ലെങ്കിൽ മാറണ്ട, എനിക്ക് മനസ്സിലാവുണ്ട് കേട്ടോ എല്ലാം. ഒന്ന് വിട്ടേ വിച്ചേട്ടാ, അമ്മയൊക്കെ വരാറായി കാണും. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അപ്പം എൻ്റെ പിണക്കോ, അവൻ കുസൃതിയോടെ ചോദിച്ചു. ഇനി എൻ്റെ വിച്ചേട്ടൻ്റെ പിണക്കം നമുക്ക് രാത്രി മാറ്റാട്ടോ, ഇപ്പൊ ഒന്ന് മാറുന്നേ പ്ലീസ്, അവൾ അവനെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ഭദ്രേ, അവൻ ചിണുങ്ങി. അയ്യേ, ഈ മനുഷ്യനത് എന്താ, മാറങ്ങോട്ട്. അവൾ അവനെ തള്ളിമാറ്റി ബെഡിൽ എണീറ്റിരുന്നു. അവൻ അവളെ നോക്കി മുഖം വീർപ്പിച്ചു. പോടി, നിന്നോട് മിത്ര ഒരു കാലത്തും മിണ്ടാതിരിക്കട്ടെ, അവൻ അവളോട് കപട ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, അത് ഞാനങ്ങ് സഹിച്ചു. അവൾ ചിരിയോടെ അവനെ നോക്കി അവനെ ചേർത്ത് പിടിച്ചു. ഭദ്രേ, അവൻ വിളിച്ചു. അവൾ മൂളി. മിത്രേ ശിവയും ഇന്ന് എന്തിനെങ്ങോട്ട് വരുന്നതെന്ന് നിനക്കറിയോ, അവൻ ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. പക്ഷേ എനിക്കറിയാലോ, അവൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി. എന്തിനാ വെച്ചേട്ടാ, വെറുതെ വരുവാണോ, അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. പറയില്ലല്ലോ, അവര് വരട്ടെ, അവര് തന്നെ നിന്നോട് പറയും, അവൻ സൗമ്യമായി പറഞ്ഞു. അവൾ എന്നോട് മിണ്ടില്ല വിച്ചേട്ടാ. അവളുടെ മുഖം മങ്ങി. നീയും ഇത്രയും കാലം അവളോട് മിണ്ടിയിരുന്നില്ലല്ലോ, അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല, അവൻ കൂസലില്ലാതെ പറഞ്ഞു. അതേസമയം മുറ്റത്ത് ഒരു ബുള്ളറ്റ് വന്ന് നിൽക്കുന്ന ശബ്ദം ഇരുവരും കേട്ടു. അയ്യോ വിച്ചേട്ടാ, അവരെത്തിന്ന് തോന്നണു. നേരെ ഒരുപാടായി ഇതിനകത്ത് കയറിയിട്ട്. മാറിക്കേ, ഞാൻ പോയി കുളിക്കട്ടെ, അവൾ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ പെട്ടെന്ന് തള്ളി മാറ്റി ഒരു ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് ഓടി.
അത് കണ്ട് വിച്ചു ഒരു ചിരിയോടെ അവളുടെ ഡ്രസ്സെല്ലാം നിലത്തു നിന്നും എടുത്തു മാറ്റി അവൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡോറ് തുറന്നതും ഹാളിൽ വിമലയോടും വിച്ചുവിൻ്റെ അച്ഛൻ വാസുവിനോടും സംസാരിച്ചിരിക്കുന്ന മിത്രയെയും ശിവയെയും കണ്ട് അവനൊന്ന് നിന്നുപോയി. എന്നാൽ മുന്നിൽ നിൽക്കുന്ന വിച്ചുവിനെ കണ്ട ശിവ അവനെ സംശയത്തോടെ നോക്കി പുരികമുയർത്തി. ഈ വിച്ചു അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. എല്ലാരും എപ്പോൾ എത്തി? വിച്ചു ചോദിച്ചു. ഞാനും വിദ്യ എത്തിയിട്ട് കുറേ നേരം ആയടാ മോനെ, ഇവരിപ്പം ഇങ്ങോട്ട് എത്തിയുള്ളൂ, വിമല ചിരിയോടെ പറഞ്ഞു. വിച്ചു അവരെ നോക്കി ചമ്മലോടെ തലയാട്ടി. ഭദ്രയുടെ വിഷ്ണുവേട്ടാ? മിത്ര അവനോട് പുഞ്ചിരിയോടെ ചോദിച്ചു. കുളിക്കാം മോളെ, അവൻ പുഞ്ചിരിയോടെ മറുപടിയും പറഞ്ഞു. കുളിക്കേ? ഏട്ടത്തി രാവിലെ കുളിച്ചതാണല്ലോ, പിന്നെന്താ ഈ നേരത്ത് വീണ്ടും ഒരു കുളി? വിദ്യ അവരെ നോക്കി സംശയത്തോടെ ചോദിച്ചു. മിത്ര ആണോ എന്ന പോലെ വിച്ചുവിനെ നോക്കി. പക്ഷേ എന്തോ പിടികിട്ടിയ പോലെ ശിവ വിച്ചുവിനെ നോക്കി തലയാട്ടുന്നുണ്ട്. നീ പോയി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് പാടി, അവൾക്ക് എന്തൊക്കെ അറിയണം, വിച്ചു ചമ്മല് മറയ്ക്കാനായി അവളോട് കപട ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, അവൾ ചുണ്ടുകോട്ടി അടുക്കളയിലേക്ക് നടന്നു. പുറകെ തന്നെ മിത്ര ഏൽപ്പിച്ച കവറുമായി വിമലയും അകത്തേക്ക് പോയി. വാടാ, ഇവിടെ വന്നിരിക്കേ, ശിവ വിച്ചുവിനെ അടുത്തേക്ക് വിളിച്ചു. വിച്ചു വന്ന് അവൻ്റെ അടുത്തായി ഇരുന്നു. ആ ഷർട്ടിൽ പറ്റിയ കുങ്കുമം തട്ടിക്കളവിച്ചു, ശിവ വിച്ചുവിൻ്റെ ചെവിയിൽ സ്വകാര്യം പോലെ പറഞ്ഞു. വിച്ചു അവൻ്റെ ഷർട്ടിലേക്ക് നോക്കി. ഭദ്രയെ കൈകളിൽ കോരിയെടുത്തപ്പോൾ അവൾ തന്നെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. അപ്പോൾ പറ്റിയ സിന്ദൂരമാണതെന്ന് വിച്ചു ചിരിയോടെ ഓർത്തു. അച്ഛൻ കാണാതെ അത് തട്ടിക്കളഞ്ഞുകൊണ്ട് അവൻ ശിവയെ നോക്കി ചിരിച്ചു. ശിവ അവനെ നോക്കി കനപ്പിച്ചു മൂളി വിച്ചുവിൻ്റെ അച്ഛനെ നോക്കി. അച്ഛനിപ്പോൾ കാലുവേദന എങ്ങനെയുണ്ട്? അവൻ ചോദിച്ചു. ഇപ്പം കുഴപ്പമൊന്നുമില്ല ശിവ, ഞാൻ പറമ്പിലൊക്കെ ഒന്ന് പോയിരിക്കായിരുന്നു, അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ശിവ തലയാട്ടി. റൂമിൽ നിന്നും ഭദ്ര പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും മിത്ര ശിവയുടെ കൈകളിൽ അമർത്തി പിടിച്ചു. ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി. മിത്ര ഭദ്രയെ തന്നെ നോക്കിയിരിക്കുകയാണ്. എപ്പോൾ എത്തി രണ്ടാളും? മിത്രയെ നോക്കി ഭദ്ര ചോദിച്ചു. ഇപ്പൊ എത്തിയുള്ളൂ ഭദ്രേ, ശിവ പറഞ്ഞു വന്നത് തടഞ്ഞുകൊണ്ട് മിത്ര പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞു. ഭദ്ര അവളെ പകപ്പോടെ നോക്കി. പതിയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, അവൾ കണ്ണു നിറച്ച് അവളെ നോക്കി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവളുടെ കൈകളിൽ ഒരു പിടി വീണു. ഭദ്ര ഒന്ന് തേങ്ങിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശ്രീമിത്രയുടെ പഴയ ശ്രീഭദ്രയാക്കി നിന്നോട് കൂട്ടുകൂടാൻ വന്നതാടി ഞാൻ, മിത്ര അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഭദ്ര അവളെ കണ്ണു നിറച്ച് തിരിഞ്ഞു നോക്കി. എന്താടി വിഷ്ണുവേട്ടൻ്റെ ഭദ്രകാളി ഇങ്ങനെ കണ്ണു നിറച്ച് വെച്ചേക്കുന്നേ? മിത്ര കണ്ണു നിറച്ചുകൊണ്ട് അവളുടെ തോളിൽ അടിച്ചു. അപ്പോൾ നീ എന്തിനടി പട്ടിക്കാരയുന്നേ? ഭദ്രയും അവളെ അടിച്ചു. അടുത്ത നിമിഷം രണ്ടുപേരും കരഞ്ഞുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ചു. എല്ലാം കണ്ടിരുന്ന ശിവയുടെയും വിച്ചുവിൻ്റെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. വാസു നിറഞ്ഞ കണ്ണുകൾ ഒപ്പി നേരെ നോക്കിയത് ഹാളിലേക്ക് വരും വഴി മുന്നിലെ കാഴ്ച കണ്ട് പുഞ്ചിരിയോടെ നിൽക്കുന്ന വിദ്യയെയും വിമലയുമാണ്. എന്നാലും നീ എന്നോട് ഇത്രയും കാലം മിണ്ടിയില്ലല്ലോ, അവളിൽ നിന്നും അകന്നു നിന്ന് മിത്ര ഭദ്രയുടെ കണ്ണ് തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു. നീ എന്നെ വിഷമിപ്പിച്ചതപ്പോ? എനിക്കും സങ്കടമായതുകൊണ്ടാ, കരയല്ലേ? ഭദ്ര മിത്രയുടെ കണ്ണ് തുടച്ചു കൊടുത്തു. രണ്ടുപേരും പരസ്പരം നോക്കി നിറഞ്ഞ സന്തോഷത്തോടെ ചിരിച്ചു. ശിവ മിത്രയുടെ അടുത്തായി വന്നു നിന്നു. വിച്ചു ഭദ്രയുടെ അടുത്തും. ഇനി നമ്മളെയൊക്കെ മൈൻഡ് ചെയ്യോ അവോടെ വിച്ചു രണ്ടെണ്ണോ? ശിവ മിത്രയെ ചേർത്ത് പിടിച്ച് കുറുമ്പോടെ ചോദിച്ചു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എൻ്റെ ഭദ്രകാളി മിണ്ടും ലേഡി, വിച്ചു കുറുമ്പോടെ ഭദ്രയുടെ കവിളിൽ പിച്ചി. വിച്ചേട്ടാ, അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. വിഷ്ണുവേട്ടനും എന്നോട് ക്ഷമിക്കണം, അന്ന് വിഷ്ണുവേട്ടനും ഇവളും കൂടി വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇറക്കി വിട്ടത്, അത് അപ്പോഴത്തെ എൻ്റെ അവസ്ഥ അതായിരുന്നു, മിത്ര ഇടർച്ചയോടെ പറഞ്ഞു. ഒന്നും പറയണ്ട മിത്രമോളെ, എല്ലാം ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞന്ന് നീ എന്നോട് ചോദിച്ചില്ലേ എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടോയെന്ന്? അന്നേ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ദേഷ്യമില്ലാന്ന്. കാരണം നിന്റെ അവസ്ഥ ഞങ്ങൾക്കെല്ലാം നന്നായി അറിയായിരുന്നു. അപ്പോഴും സമാധാനം നിന്റെ കൂടെ ഉള്ളത് നിന്നെ അത്രത്തോളം ചങ്കിൽ കൊണ്ട് സ്നേഹിക്കുന്ന ശിവദത്തനാണെന്നുള്ളതായിരുന്നു, വിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു. മിത്ര തലകുലുക്കി ശിവയെ നന്ദിയോടെ നോക്കി. ശിവ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. മിത്രയുടെ ചുടികൾ വിടർന്നു.
ഭദ്ര മിത്രയുടെ കൈയും പിടിച്ച് സോഫയിൽ വന്നിരുന്നു. വിമല എല്ലാവർക്കും ചായ കൊടുത്തു. ഭദ്രയും മിത്രയും അവരുടെ പഴയ കാലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ പെണ്ണിൻ്റെ സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖം ശിവ തൻ്റെ മനസ്സിൽ നിറച്ചു വെച്ചു. നീ എന്നോട് ഇപ്പോഴൊന്നും മിണ്ടില്ലാന്നാ ഞാൻ കരുതിയ മിത്രേ, ഭദ്ര പുഞ്ചിരിയോടെ പറഞ്ഞു. മിണ്ടില്ലായിരുന്നു, പക്ഷേ ഞാനൊരു കാര്യം അറിഞ്ഞു. അതുകൂടെ അറിഞ്ഞിട്ടും ഞാനെങ്ങനെ നിന്നോട് മിണ്ടാതിരിക്കും? എന്നെ തോൽപ്പിക്കല്ലേ എല്ലാവരും ചേർന്ന്? മിത്രയുടെ ചുണ്ട് കൂർത്തു. ഞാനെന്ത് ചെയ്തടി? ഭദ്രയുടെ നെറ്റി ചുളിഞ്ഞു. മിത്ര ചുറ്റും കണ്ണോടിച്ചു. ശിവയും വിച്ചുവും സംസാരത്തിലാണ്. വിദ്യയും അമ്മയും അച്ഛനും അടുക്കളയിലും. മിത്ര ഭദ്രയോട് ഒന്നുകൂടി ചേർന്നിരുന്നു. ഭദ്ര അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തിനാടി ഞങ്ങൾക്ക് വേണ്ടി നീയും വിഷ്ണുവേട്ടനും ജീവിതം മാറ്റിവെച്ച്? നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി എന്തിനാടി ഇങ്ങനെ? മിത്രയുടെ സ്വരമിടറി. നീ നീ എങ്ങനെ? ഭദ്ര പകപ്പോടെ ചോദിച്ചു. ശിവ അവളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭദ്രയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഭദ്ര മിത്രയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നീയും ശിവേട്ടനിങ്ങനെ രണ്ടിടത്ത് നീറി നീറി ജീവിക്കുമ്പോൾ ഞങ്ങളെങ്ങനെയാടി? ഭദ്ര കണ്ണു നിറച്ചു. ഇപ്പം എല്ലാം ശരിയായില്ലേ? എൻ്റെ ദത്തേട്ടൻ എൻ്റെ സ്വന്തമായില്ലേ? അത്രയും പറഞ്ഞുകൊണ്ട് മിത്ര ശിവയെ നോക്കി. തന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ട് അവൾ പുഞ്ചിരിയോടെ അവനിൽ നിന്നും മുഖം മാറ്റി. ശിവയുടെ ചുണ്ടുകളും വിടർന്നു പോയി. അവനത് മറച്ചു വെച്ചുകൊണ്ട് അവൻ്റെ മീശ പിരിച്ചു വെച്ചു. ഇപ്പോ നിങ്ങളുടെ കാര്യം സെറ്റായി. അപ്പോൾ ഞങ്ങളും ജീവിക്കാൻ തുടങ്ങി. ഭദ്ര കുറുമ്പോടെ അവളുടെ കയ്യിൽ പിച്ചി. അറിയാ. എന്താടി നിനക്ക് ഈ നേരത്തൊരു കുളി? അതൊരു വശപ്പശക്കാണല്ലോ. മിത്ര അവളെ അടിമുടിയൊന്ന് നോക്കി. ഭദ്രയുടെ മുഖം ചുവന്നുപോയി. അത് മിത്രയ്ക്കുള്ള മറുപടിയായിരുന്നു. അവൾ ചിരിയോടെ ഭദ്രയെ ചേർത്തു പിടിച്ചു. എന്നോ മുറിഞ്ഞുപോയ സ്നേഹം അവിടെ നിന്നും വീണ്ടും തുടങ്ങുകയായിരുന്നു. രാത്രി ഭക്ഷണവും കഴിച്ച് ഏറെ വൈകിയാണ് മിത്രയും ശിവയും തിരികെ പോയത്. ആ സമയങ്ങളിലൊന്നും ആരും മിത്രയുടെ ചെറിയച്ചന്മാരെക്കുറിച്ച് അവളോട് സംസാരിച്ചില്ല. ഉള്ള സൗകര്യത്തിൽ ഇന്നിവിടെ കൂടാമെന്ന് വിച്ചു പറഞ്ഞെങ്കിലും പിന്നീട് ഒരിക്കലാവാമെന്ന് പറഞ്ഞ് ശിവ പുഞ്ചിരിയോടെ അത് നിരസിച്ചു. പിന്നീടുള്ള നാളുകൾ ഭദ്രയും മിത്രയും അവരുടെ കോളേജ് കാലം ആസ്വദിച്ചു. ഭദ്രയ്ക്കൊപ്പം കൂടി ആദ്യത്തേതുപോലെ കോളേജിൽ മിത്ര കുറുമ്പിയായി മാറി തുടങ്ങിയിരുന്നു. അവളുടെ കുറുമ്പുകൾക്കും ചെറിയ ചെറിയ വാശികൾക്കും കൂട്ടുനിന്ന് ശിവ അവൻ്റെ ശ്രീയെ പ്രണയിച്ചുകൊണ്ടിരുന്നു. അവൾ അറിയാതെ അപ്പോഴും പല കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും ആരെയും കാത്തു നിൽക്കാതെ മുന്നോട്ടു പോയി. അങ്ങനെ ഒരു ദിവസം. തുടരും.